വത്സ മാഡം ക്യാബിനിലുണ്ട്. മേ ഐ? യെസ്. ആ ഇരുന്നാട്ടെ. എന്നാ പറ്റി ഡോക്ടർ? ശകലം ഗ്ലൂമിയാന്നല്ലോ. അത് ചീറ്റീന്ന് കേട്ടല്ലോ ആ പ്രൊപ്പോസൽ. വാസു പറഞ്ഞപ്പോഴാ അറിഞ്ഞേ. അപ്പന്റെ അമ്മയുടെയും ജാതി പ്രശ്നം അതാ അവരുടക്കിയതല്ലയോ? എന്റെ ലീവ് ആപ്ലിക്കേഷൻ. എന്താ കിടീന്ന്? ബൈ മാഡം. ഡോക്ടർ, അല്ല ഇത്രയും കൂടുതൽ കാലം ഞാൻ DM ഓഫീസിലേക്ക് അയക്കാം. സാങ്ഷൻ കിട്ടുമോന്ന്? കിട്ടിയില്ലെങ്കിൽ പറയൂ, ഒരു ട്രാൻസ്ഫറിന് ട്രൈ ചെയ്യാം. അതും കിട്ടിയില്ലെങ്കിൽ റെസിഗ്നേഷൻ. വാട്ട് ഡു യു മീൻ? വാട്ട് ഐ സെഡ്. എല്ലാം മറക്കാനുള്ള ഒളിച്ചോട്ടമൊന്നുമല്ല. പോകുന്നിടത്തെല്ലാം കൂടെ ഇയാളുടെ ഓർമ്മകളും ഉണ്ടാവും. ഇത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറച്ചു നാളത്തേക്ക് ഈ മുഖം കാണാന്ന് പറയുമ്പോഴുള്ള ആ പെയിൻ. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശരിക്കും അഭിനയിച്ചു. എനിക്കൊന്നുമില്ല എന്ന് കാണിക്കാനുള്ള ശ്രമം. പക്ഷെ എന്നെ തന്നെ തോൽപ്പിക്കാൻ അതത്ര ഈസിയല്ല. പിന്നെ ഭദ്രയ്ക്ക് നല്ലതാ എന്നെ കാണുമ്പോഴുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്. ഞാനിങ്ങനെ എന്തൊക്കെയോ കുറെ നേരമായിട്ട് പറയുന്നു. ഒന്ന് മാത്രം ചോദിച്ചോട്ടെ, ഭദ്ര എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ? ഇഷ്ടായിരുന്നോ ഇയാൾക്ക്? ഇഷ്ടാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല ഡോക്ടർ. ഇഷ്ടമല്ലെന്ന് പറയാനുള്ള അർഹതയും. സ്വന്തം ജീവിതത്തിലെ എന്തിനെ സംബന്ധിച്ചായാലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളാ ഞാൻ. ഇതെനിക്കാണ്, ഇതെന്റേതാണെന്ന് പറയാനുള്ള ധൈര്യമോ കഴിവോ ഒന്നും എനിക്കില്ല. ഈ കണ്ടുമുട്ടലും സംസാരവും ഇതും എനിക്ക് വേണ്ടിയല്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയുന്ന വിശ്വാസമില്ലാത്ത ഒരാളോട് ഞാൻ കാണിച്ച നെറുകേടിന് പ്രായശ്ചിത്തം. ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്. എന്നെ പോവാൻ അനുവദിക്കണം. ഇല്ല, ഒന്നും ചോദിക്കാനില്ല. പൊയ്ക്കോളൂ. ഭദ്ര ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഏത് നാട്ടിൽ പോയാലും ഞാൻ തനിച്ച് തന്നെ ആയിരിക്കും. ഭദ്ര മറ്റാരുടേതോ ആയി എന്നറിയുന്ന കാലം വരെ. അതാർക്കും വേദനയാവില്ലല്ലോ എന്റെ കാത്തിരിപ്പ്. അത് മാത്രം അരുതെന്ന് പറയരുത്. എന്താ ഇവിടെ ആരുമില്ലേ? RB ഇന്ന് ഇവിടെ കാണാന്ന് പറഞ്ഞിരുന്നു. കാര്യമൊന്നും അറിഞ്ഞില്ലേ? അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഹവാല കംപ്ലീറ്റ് സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുക. എന്റെ ദൈവമേ, അളിയൻ ഇനി പുറലോകം കാണാൻ കുറച്ചു കാലം എടുക്കും. കോടികളുടെ വെട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നേ. അല്ല നിങ്ങളാരാ? തെച്ചിക്കാട് അച്യുതമേനോൻ. അല്ല, അച്യുതൻ നായർ പിള്ള. എന്നെ ഇന്ന് താൻ കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ, 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 ഭദ്രേ, അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കും. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാ, നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. വാടാ. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. വാടാ. ഒന്ന് അച്ചുകുട്ടിനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ?
ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് നോക്കാനൊന്നും പറ്റില്ല. മോളെ മര്യാദകേട് കാട്ടാൻ മടിയുള്ളോണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്യുതൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞുള്ളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളേ. See you. കൃഷ്ണമാറേ, ഒന്നും മയത്തില് വേണേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. മീശ ഡൈ ചെയ്തില്ല. എന്താ ഇത്? പടന്നയ്ക്കാൻ പറമ്പില് ഷൺമോഹന്റെ മോൻ ശിവാനന്ദ ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പിടി ഇപ്പിടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെയും തന്ന് നിന്നെ ഞാൻ ഇവിടുത്തെ ലേസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് തോണ്ടിക്കളിക്കാനല്ല. കുട്ടിയിരുന്നുള്ളൂ. ഇരിക്കാൻ. നീ വാ. ചിങ്ങണ്ണി, നീ ആ ചീരന്റെ അവിടുത്തെ ജോസഫേട്ടനോട് NH നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട സ്ഥലത്തിന്റെ ബ്രോക്കർ ആയി ചോദിച്ചോടാ. പറയടാ ശിവാനന്ദ. അതെ. തെണ്ടിത്തരം കാണിക്കുകയും ഒരു ഉളുപ്പില്ലാണ്ട് അത് സമ്മതിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ നീ ഇന്ത്യൻ പാർട്ടിയാണല്ലോടാ. കപത്തിനടിയിലായ കാലട നക്കിയെടുക്കുന്ന നാറിന്നൊരു പേരുണ്ടായിരുന്നു വെണ്ടർ ശിവൻപിള്ള എന്ന എന്റെ ഫാദറിന്. എനിക്ക് നക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാ നിന്നെ പോലുള്ള സാറുമാരെ ഞാൻ വർക്കിന് വെച്ചിരിക്കുന്നത്. സാറിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ സാറുമാര് നക്കിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഓണത്തിനിടയിൽ ഫാസ്റ്റ് ഫുഡ് നടത്തി ലാഭം അടിക്കുന്ന സെക്കൻഡ് നമ്പർ പണി ചെയ്യുന്ന ഷൺമോന്റെ മോനെ കൃഷ്ണകുമാറിന് ആവശ്യമില്ല. പൊക്കോ. പോടാ. ഇറങ്ങി പോടാ. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. ആ അളിയാ വണക്കം. ആ കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ, ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്തയോ? അളിയാന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത ഡിസ്ട്രിക്റ്റിലെ മേത്തയാണ്. സംസാരിക്കേ. അതെന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും. സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതിനല്ലേ സാറിന് വെച്ചിട്ട്? എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോൺ കൂടെ സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. What nonsense this is? സംസാരിക്കേ. Hello, Mehta. Good morning. Tell me. ഹലോ മേത്ത. കൃഷ്ണകുമാർ here. ആ അളിയാ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നത്തിരി പണി കൂടുന്ന തോന്നണേ. ആ പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ. അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആകുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആ അളിയ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം.